السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين حمدا طيبا مباركا كثيرا فيه. الحمد لله على كل حال ونعوذ بك من حال أهل النار. اللهم صل على محمد وعلى آل محمد وعلى سائر النبيين وعلى آله وصحبه أجمعين. ആദരണീയരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഏറെ അനുഗ്രഹീതമായ പരിശുദ്ധ റമദാനിന്റെ ദിനരാത്രങ്ങളിലേക്ക് ഇന്ന് മഗ്‌രിബ് നമസ്കാരത്തോടുകൂടി നമ്മളൊക്കെ പ്രവേശിച്ച് കഴിഞ്ഞിരിക്കുന്നു. അൽഹംദുലില്ലാഹ്, ധാരാളമായിട്ട് അല്ലാഹുവിനെ സ്തുതിക്കുക, പുകഴ്ത്തുക, വാഴ്ത്തുക, സന്തോഷം നിറഞ്ഞ മനസ്സോടുകൂടി അല്ലാഹുവിനെ ശുക്ർ ചെയ്യുക. ഒരു ദിവസം റമദാനിന്റെ രാത്രിയിൽ അല്ലെങ്കിൽ റമദാനിന്റെ മണിക്കൂറുകളിൽ ചെലവഴിക്കാനുള്ള ആയുസ്സും അവസരവും അള്ളാഹു നമുക്ക് നൽകുന്നു എന്നുള്ളത് നമ്മളോടുള്ള അവന്റെ കാരുണ്യവും അവൻ നമ്മളെ അനുഗ്രഹിക്കുകയൊക്കെ ചെയ്തതുകൊണ്ടാണ്. ആ ഒരു മനസ്സോടുകൂടി തന്നെ വളരെ സന്തോഷത്തോടെയും നിർവൃതിയോടെയും റമദാനിനെ സ്വീകരിക്കാനും അതിന്റെ എല്ലാ ഫലങ്ങളും കൈവശപ്പെടുത്താനും എനിക്ക് നിങ്ങൾക്കൊക്കെ സാധിക്കേണ്ടതുണ്ട്. കരുണാവാരിധി അല്ലാഹു അതിന് നമ്മളെല്ലാവരെയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാന് ഭയങ്കര സന്തോഷത്തോടുകൂടി തന്നെയാണ് മുസ്ലിങ്ങൾ സ്വാഗതം ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലും കേരളത്തിലുമൊക്കെ നമ്മൾ നോക്കുമ്പോൾ അത്ര സുഖകരമായ ഒരു റമദാനിലേക്കല്ല നമ്മൾ പ്രവേശിച്ചിട്ടുള്ളത്. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് മാസങ്ങളും ദിവസങ്ങളും ഒക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഓരോ വാർത്തകളും നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ നമ്മളെ ഞെട്ടിക്കുന്ന, നമ്മളെ മരവിപ്പിക്കുന്ന, നമ്മളെ ലജ്ജിപ്പിക്കുന്ന, നാണിപ്പിക്കുന്ന, ഭാവിയെ സംബന്ധിച്ച് വലിയ ഭയം തോന്നുന്നു, പേടി തോന്നുന്ന അവസ്ഥകളിലൂടെയാണ് കേരളീയ സമൂഹം, മുസ്ലിം ഉമ്മത്തടക്കം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഉറപ്പിക്കാൻ കഴിയുന്ന ധാരാളം സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാനത്തെ എപ്പിസോഡാണ് ഇന്നലെ സ്കൂളിലെ കുട്ടികൾ അടിപൊളിയിട്ട് തലക്ക് നെഞ്ചാക്കൊക്കെ കൊണ്ടുപോയിട്ടാണ്ട് അടിച്ചിട്ട് കണ്ണും തലയൊക്കെ പൊട്ടിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഒരു കുട്ടി മരിച്ചു. ഒരു ട്യൂട്ടോറിയൽ കോളേജില് പാട്ട് പാടി കരണ്ട് പോയപ്പോ കൂക്കി. അതാണ് പ്രശ്നം. അതല്ലാതെ ഇവിടുത്തെ ലോകത്ത് എന്തെങ്കിലും ഒരു തിന്മയെ എതിർക്കാനോ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ധാർമ്മിക പ്രവർത്തനം നടത്തുമ്പോൾ സംഭവിക്കേണ്ട സംഗതിയൊന്നുമല്ല. അതിന്റെ ഏറ്റവും മാരകമായൊരു സ്വഭാവമാണ് ഞങ്ങൾ മറ്റത് കണ്ടത്. അഫ്ഫാന് കഴിഞ്ഞ സിനിമയിലൊക്കെ ഉണ്ടായി അമ്പാൻ. നമ്മളെ കുട്ടികളൊക്കെ കുറച്ച് ദിവസം സ്കൂളിലും കോളേജിലൊക്കെ എടാ അമ്പാനാന്ന് വിളിച്ചു. അഫ്ഫാനെ കൊണ്ടുപോയി കണ്ട് അമ്പാനാക്കാൻ പറ്റുന്ന ഇപ്പൊ കുറെ സിനിമ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ആവേശം, ഇനിയിപ്പോ പറഞ്ഞത് കാണാൻ പോകും ആൾക്കാരെ. അതേപോലെ എന്താ മാർക്കോ, മറ്റേ മാളിയേക്കൽ മാളികപ്പുറം ശബരിമല അയ്യപ്പൻ അഭിനയൊക്കെ അടുത്തിരുന്നത്. പിന്നെ രണ്ടാമത്തെ ഫിലിമാണ്, ഒരു മുസ്ലിം സംവിധായകനാണ് പിടിച്ചിരിക്കണമെന്നാണ് പറയുന്നത്. ജിഹാദി സംവിധായകൻ പിടിച്ച സിനിമയാണെന്ന് പറയുന്നത്. കണ്ടാൽ കല്ലുമാല മുസ്ലിം യുവ സംവിധായകൻ ഇറക്കിയ സിനിമയായിരുന്നു. ഇതെല്ലാം കൂടി കണ്ടിട്ട് ഇന്ത്യകളിൽ കുട്ടികൾ എന്താണ് ചെയ്യണത് നമുക്കൊരിക്കലും പറയാൻ കഴിയും. കുട്ടികളെ വിട്ടല്ലോട്ടെ, ഒരിക്കലും തെറ്റിദ്ധരിക്കണ്ട. നമ്മൾ വിളമ്പിയത്, നമ്മൾ വിതച്ചത്, നമ്മൾ കുഴിച്ചതിൽ നമ്മുടെ കുട്ടികൾ ഈയാമ്പാറ്റ പോലെ വന്നു വീണുകൊണ്ടിരിക്കുകയും നമ്മളെ തന്നെ നടപ്പിച്ചു. അവനാണ് പാപ്പാനും ഉമ്മാനും വെല്ലിമ്മാനും അതുപോലെ തന്നെ എന്താണ് എളാപ്പാനും എളാമാനും പിന്നെ പെൺസുഹൃത്ത്. അതെന്താ സാധനം നമുക്കറിയില്ല. അങ്ങനെ ഇപ്പൊ ഒരു സാധനമുണ്ട്, പെൺസുഹൃത്ത്, ഗേൾ ഫ്രണ്ട്. ഒരു മുസ്ലിമിന് അങ്ങനെ ഉണ്ടാകാൻ പറ്റുന്നില്ല നമുക്കറിയില്ല. നിക്കാഹിന്റെ ബന്ധത്തിലൂടെ, വിവാഹ ഉടമ്പടിയിലൂടെ അല്ലാതെ അന്യാണും അന്യ പെണ്ണും തമ്മിൽ എന്ത് ബന്ധമാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്? എല്ലാം കളഞ്ഞു കുടിച്ചിട്ട് എന്നിട്ടൊരൊറ്റ ചുറ്റിക ഉപയോഗിച്ചിട്ട് മണിക്കൂറുകൾ എടുത്തിട്ട് യാതൊരു ദയും രാഷ്ട്രീയമില്ലാതെ ചെയ്തു തീർക്കുക. ഇതൊക്കെ നമുക്ക് അറിയുന്ന സംഭവങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് നോമ്പ് ഏതോ ഒരർത്ഥത്തിൽ ഇങ്ങനെ നോമ്പെടുത്തിട്ടാണ് രക്ഷപ്പെടാൻ നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്ന സാമൂഹിക അന്തരീക്ഷങ്ങളല്ല, ധാർമ്മികാന്തരീക്ഷങ്ങളല്ല, അതുപോലെ തന്നെ സദാചാര അന്തരീക്ഷമല്ല നമ്മുടെ മുമ്പിലുണ്ട്. മുറുക്ക പിടിക്കട്ട, മസില് പിടിച്ച് നമ്മൾ കിണഞ്ഞു പരിശ്രമിച്ചാൽ മാത്രം അടുത്ത തലമുറ രക്ഷപ്പെടാൻ സാധ്യതയുള്ള അപകടകരമായ നൂൽപ്പാലത്തിലൂടെയാണ് നമ്മളൊക്കെയും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അമ്പാനാകാൻ ഇന്ത്യയിലെ കുട്ടികൾക്ക് ഒരു പണി ഉണ്ടാവില്ല.
അമേരിക്കയിലും യൂറോപ്പിലും കുറ്റകൃത്യങ്ങൾ കുറവാണെന്ന് പറയുന്നത്. അതിന്റെ കാരണം എന്താ വെച്ചാൽ ജീവിതത്തിലെ സൗകര്യങ്ങൾ നന്നായിട്ടുള്ളത് കൊണ്ടാണ്. എപ്പോ അതിന് ഭംഗം വരുന്നു അപ്പോൾ കക്കലും കൊല്ലലും ഒക്കെ നടത്തുന്നുണ്ട്. കാലിഫോർണിയയിൽ തീയെത്തി അപ്പിറങ്ങി വെള്ളം വരും. അപ്പൊ നിയമത്തിന്റെ രൂക്ഷമായ പ്രയോഗങ്ങളും ജീവിതത്തിലെ വലിയ സൗകര്യങ്ങളുള്ളതുകൊണ്ട് പോലെ ഇളകണമെന്നാണ്. പക്ഷെ കൊച്ചു കേരളത്തിൽ ജീവിതം പ്രതിസന്ധിയിലാകുമ്പോൾ നമ്മുടെ കുട്ടികൾ എന്തിനും ഏതിനും എങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു കാലം സംവിധാനങ്ങൾ നമ്മുടെ മുന്നിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പറഞ്ഞത് അറബിയിലെ റമദാനിന് സൗമ് എന്നാണ് പറയുക. സൗമ് എന്ന് പറഞ്ഞാൽ കെട്ടി നിർത്തുക, ബന്ധിക്കുക, കുതിരനെ പരിശീലിപ്പിച്ചിട്ട് പന്തയത്തിനും യുദ്ധത്തിനും വേണ്ടി ഒരുക്കുക. അതുപോലെ തന്നെ ഒരു സംഗതി മൂർധന്യത്തിലെത്തുക, അതിന്റെ ഉച്ചാവസ്ഥയിലെത്തുക. അതുപോലെ തന്നെ എന്താ പറയാ, മെലിഞ്ഞ് പാകപ്പെട്ട് നിൽക്കുക. ഇതൊക്കെയാണ് അറബിയിൽ സൗമ് എന്ന് പറഞ്ഞാൽ. യഥാർത്ഥത്തിൽ ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചിലതിനൊക്കെ നമ്മൾ കെട്ടി നിർത്തണം, ചിലതിനൊക്കെ നമ്മൾ ബന്ധിച്ചു നിർത്തണം, ചിലതിനൊക്കെ നമ്മൾ അതിന്റെ മൂർധന്യത്തിൽ കൊണ്ടുപോയിട്ട് അവിടെ വെക്കണം. ചിലപ്പോ നന്നായിട്ട് പരിശീലിച്ചിട്ട് നമ്മൾ മെലിഞ്ഞ് ഒട്ടണം. ഒരു ഒഴുക്കിന്റെ ഭാഗവും ഒരു സാധാരണ രീതിയിലൊക്കെ റമദാനിനെ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനൊന്നും തോന്നില്ല. എവിടെയോ എന്തൊക്കെയോ നടക്കണം. യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിലാണ് നടക്കേണ്ടത്. എല്ലാം കടന്ന് കുടിയിരിക്കുന്നത് ഇതിന്റെ ഉള്ളിലാണ്, ഹൃദയത്തിന്റെ ഉള്ളിലാണ്. അതിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ പറ്റിയ എല്ലാ സംവിധാനവും സൗകര്യമൊക്കെ ഒന്ന് ഒരുക്കിയിട്ടുണ്ട് ആളുകൾ. അപകടകരമായ സംവിധാനം. നിങ്ങളെയൊക്കെ ആളുകൾ, ഞാൻ ശരിക്കും ഒന്നുകൂടി പറയണം, നോമ്പ് ശരിക്കും ഭക്ഷണം ഉപേക്ഷിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് ടെലിവിഷൻ ന്യൂസുകളും നിങ്ങളെ മൊബൈലും മാറ്റി വെക്കാൻ കഴിയുകയാണ് നമ്മൾ വിജയിക്കുക. ശരിക്കും ഫാസ്റ്റിംഗ് വേണ്ടത് ആവശ്യമില്ല. ഭക്ഷണവും സാധനവും നിങ്ങൾ ഉപേക്ഷിക്കേണ്ടത്. നമ്മുടെ കയ്യിലുള്ള മൊബൈലും നമ്മൾ കാണുന്ന ന്യൂസുകൾ 99% ഇസ്രായേലിന്റെതും സംഘപരിവാരത്തിൻ്റെതും. കാരണം മീഡിയ ലോകാടിസ്ഥാനത്തിൽ നിയന്ത്രിക്കുന്നത് അവരാണ്. ഇനി റിപ്പോർട്ടറാണെങ്കിലും ശരി, മറ്റതാണെങ്കിലും ശരി, മറിച്ചതാണെങ്കിലും ശരി, ഏറ്റിയാണെങ്കിലും ശരി, ഇതിനൊക്കെ കൃത്യമായ അജണ്ടകളുണ്ട്. ഇത് നോമ്പിന്റെ കാലത്തും തുറന്നു വെച്ച് അതിന്റെ മുമ്പിൽ ഇരുന്നിട്ട് ടെലിവിഷനെ ഇമാമാക്കിയിട്ട് നിങ്ങളുടെ വീട്ടിലും കുടുംബത്തിലും വിപ്ലവം നടക്കുന്ന തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. കൂട്ടി താഴിട്ട് നിർത്തണം നിങ്ങൾ വെച്ചത്. രണ്ടാമത്തെ നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ എല്ലാ സമയത്തും മൊബൈൽ നല്ലതിനൊക്കെ ഉപയോഗിക്കുക. നിങ്ങൾക്ക് ഓതാനൊക്കെ എടുക്കാം. ഓതിയ നല്ല പുണ്യമുണ്ട്. ഖുർആന്റെ മാസമാണല്ലോ. നിങ്ങൾക്ക് 30 ജുസ് ഓതാം, അർത്ഥസഹിതം പഠിക്കാം, വിശദീകരണങ്ങൾ വായിക്കാം, ഖുർആനിലെ സംഭവങ്ങളിലൂടെ ഇറങ്ങിപ്പോകാം. പക്ഷെ അതിനൊന്നും നല്ല മൊബൈൽ ഉണ്ടാകും. തിങ്ങി നിറയുന്ന അണപൊട്ടിയതുപോലെ സാധനങ്ങൾ ഒഴുകി വരുന്നുണ്ട്. എന്നിട്ട് അതാണ്ട് ഓഫാക്കാൻ പറ്റാത്തവണ്ണം നിങ്ങൾ ഒരിത്തിരി നിമിഷം കിട്ടിയ ഇത് ഓഫാക്കി നമുക്കൊരു ഫാസ്റ്റിംഗ്. നമ്മുടെ കുട്ടികളൊക്കെ കുടുങ്ങിയതിലാണ്. ഇക്കണ്ട എല്ലാ വിരുദുകളും നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത് മൊബൈലും സിനിമയുമാണെന്നാണ് പറയുന്നത്. ഒരു സംശയങ്ങളിലൊക്കെ രണ്ടും ഇസ്രായേലിന്റെതാണ്, ഇബ്ലീസിന്റെതാണ്, യഹൂദന്റെതാണ്. അടിസ്ഥാനപരമായി ഇത് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഹലാലാണോ ഹറാമാണോ എന്നുള്ള ചർച്ചയൊന്നുമല്ല നടത്തണം. നിങ്ങൾക്ക് അതിൽ നിങ്ങളുടെ വീട്ടിലും നിങ്ങളിലും നിങ്ങളുടെ കുടുംബത്തിലും ഒരു സൗമം, ഒരു ബന്ധനം, ഒരു തടവ്, ഒരു പാകത്തിന് ഉപയോഗിക്കാനുള്ള ടെൻഡൻസി ഇന്ത്യകളും വീട്ടിലും കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ നോമ്പിന്റെ ചില ഗുണങ്ങളൊക്കെ ചിലപ്പോൾ നേടിയെടുക്കാൻ എനിക്ക് നിങ്ങൾക്കൊക്കെ കഴിയും. ബാക്കി നമുക്ക് പിന്നീട് പറയാം. അനുഗ്രഹീതമായ മാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഓഫറുകളും നമുക്ക് തന്നിട്ടുണ്ട്. ഓഫറുകളേ ഉള്ളൂ. ഒരു ഫർദെടുത്താൽ 70 ഫർദിന്റെ കൂലിയുണ്ട്. ഒന്നിന് 10 മുതൽ 700 വരെ പ്രതിഫലമുണ്ട് എന്ന് സ്വാഭാവികമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ റമദാനിൽ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്തെടുത്താലും പ്രതിഫലം. സൽക്കർമ്മങ്ങൾ നിങ്ങൾ എത്രമാത്രം ചെയ്യുന്നു ഓരോന്നിനും നല്ല നീയത്ത് വെച്ചു. ഇത്രയും നല്ല നിമിഷങ്ങളും സന്ദർഭങ്ങളും സമയമൊന്നും ഇനി ഇന്ത്യയുടെ ജീവിതത്തിൽ ചിലപ്പോൾ അടുത്ത കൊല്ലം കിട്ടിക്കൊള്ളണമെന്നുണ്ട്. അതുകൊണ്ട് ഓരോ സമയത്ത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ടൈം ടേബിൾ ഉണ്ടാക്കണം. കുട്ടികൾക്കും മക്കൾക്കും ഉമ്മാക്കും വാപ്പാക്കും ഭക്ഷണവും ഊത്തും നമസ്കാരവും വായനയും ഖുർആൻ പഠനവും എല്ലാത്തിനും ഒരു ടൈം ടേബിൾ ഇതുണ്ടാക്കി ഒഴുക്കാവരുത്. നിങ്ങളൊരു ടൈം ടേബിൾ ഉണ്ടാക്കി എന്റെ ഉമ്മാക്ക് കിട്ടുന്നുണ്ട്, എന്റെ പെണ്ണിന് കിട്ടുന്നുണ്ട്, എന്റെ മക്കൾക്ക് കിട്ടുന്നുണ്ട്, എനിക്ക് കിട്ടുന്നുണ്ട്, എല്ലാ സൽഫലങ്ങളും പിടിച്ചെടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട് എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളും നിങ്ങളെ കുട്ടികളൊക്കെ കൂടി ഇരുന്നിട്ട് റമദാനിനെ ഒരു കെട്ടുകാഴ്ചയാക്കുന്നതിന് പകരം കൃത്യമായ ബോധ്യത്തോടുകൂടി റമദാനിനെ ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറമുള്ള അനുഗ്രഹങ്ങളും തണലുകളും കാരുണ്യങ്ങളും ഒക്കെ പേമാരിയായി അള്ളാഹു നമ്മളുടെ മുകളിൽ വർഷിക്കുന്ന അനുഗ്രഹീതമായ മാസമാണ് നമ്മുടെ മുമ്പിലുള്ളത്.
കരുണാവാരി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ മാതാപിതാക്കൾക്കും ഇണകൾക്കും നമ്മുടെ കുടുംബത്തിനും മനോഹരമായ റമദാനിനെ അഭിമുഖീകരിക്കാനും സ്വീകരിക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കുട്ടികളെയും നമ്മുടെ കുടുംബത്തെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കളോട് അല്ലാഹു കരുണ കാണിക്കുമാറാകട്ടെ. اللهم ارحمنا يا ارحم الراحمين. اللهم اغفر لنا ذنوبنا يا رب العالمين. اللهم انك عفو تحب العفو فاعف عنا. اللهم اعتقنا من النار وادخلنا الجنة يا رب العالمين. ربنا تقبل منا دعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم. واغفر لنا يا غافر المذنبين. امين امين برحمتك يا ارحم الراحمين. وصلى الله على محمد صلى الله عليه وسلم.